Hi all. Next we are discussing program 6. Implement single linked list of integers. ഇനി നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് കുറേ ഇൻറ്റീജർ വാല്യൂസും നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമ്മളെങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഹെഡർ ഫയൽസ് സ്റ്റാർട്ട് ചെയ്തു. #include stdio.h ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് stdlib ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ട് എന്നൊക്കെ പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഡാറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്, ഇപ്പോൾ നോഡ് പറഞ്ഞിട്ട് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ട്രക്ട് നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ നോഡ് വെച്ചാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതിനകത്ത് ഡാറ്റയും ഉണ്ട്, പോയിൻ്ററും ഉണ്ട്. അതായത് ഇൻറ്റ് ഡാറ്റ ഉണ്ട്, പിന്നെ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പോയിൻ്ററാണ്. നമുക്കറിയാലോ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു എന്താണ് അതിൻ്റെ സ്ട്രക്ചർ. ഫസ്റ്റ് ഒരു നോഡിനകത്ത് എന്താ ഉണ്ടാവുക, രണ്ട് ഫീൽഡ് ഉണ്ടായിരിക്കും. ഒന്ന് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്, ഒന്ന് പോയിൻ്റർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടിനെയും കൂടെ പിടിച്ച് നമ്മൾ എന്താക്കി, ഒരു സ്ട്രക്ചറാക്കി മാറ്റി. അതാണ് സ്ട്രക്ട് നോഡ്. അപ്പോൾ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളവർ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ നമ്മളുടെ ആ വീഡിയോ പോയി വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്സ് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സ്ട്രക്ട് നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്തത്. നോഡ് ക്രിയേറ്റ് ചെയ്യണമല്ലോ, കാരണം സിംഗിൾ ലിങ്ക് ലിസ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോഡ് ക്രിയേഷൻ വേണം. അപ്പോൾ അതിന് ഫസ്റ്റ് ഒരു ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇൻറ്റ് ഡാറ്റ കേട്ടോ. ഇൻറ്റ് ഡാറ്റ കൊടുത്തു, എന്നിട്ടൊരു പോയിൻ്ററും ക്രിയേറ്റ് ചെയ്തു, സ്റ്റാർ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോഡ് റെഡിയായി. ഇനി നമുക്ക് എന്താ വേണ്ടി, ഇതിനകത്ത് മാനിപ്പുലേഷൻ നടത്താനാണ് നമ്മളിനി പോകുന്നത്. ഇനി സ്ട്രക്ട് നോഡ് വെച്ചാണ് ഇത് കോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വോയിഡ് മെയിൻ പറഞ്ഞ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ നമ്മൾ കുറച്ച് വേരിയബിൾസ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ട് നോഡ് സ്റ്റാർ പ്രീവ് സ്റ്റാർ ഹെഡ് സ്റ്റാർ പി, അതൊക്കെ എന്താണ് നമ്മളുടെ ഈ നെക്സ്റ്റ് പോലത്തെ വേരിയബിൾസാണ് നമ്മളിവിടെ യൂസ് ചെയ്യാനുള്ളത്. നമ്മളതിന് ശേഷം ഡിഫൈൻ ചെയ്ത് കൊടുത്തതാണ് സ്ട്രക്ട് നോഡിനുള്ള വേരിയബിൾസാണ്. ഇനി DNA എന്ന് പറഞ്ഞുള്ള ഫോർ ലൂപ്പിനൊക്കെ ഉള്ള വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ക്ലിയർ സ്ക്രീൻ അടിച്ചു. ദെൻ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ എത്ര എലമെൻറ്റ്സ് ആണ് വേണ്ടത്. പ്രിൻ്റ് ഓഫ് എൻ്റർ ദി എലമെൻറ്റ്സ്. ഇനി എലമെൻറ്റ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നിങ്ങൾക്കറിയാം ലിങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഹെഡറാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡിനെ പിടിച്ച് നള്ളാക്കി വെച്ചു. ഹെഡിനെ പിടിച്ച് നള്ളാക്കി വെക്കുക. നോർമൽ കേസിൽ അങ്ങനെയാണ് പുതിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സപ്പോസ് അതിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് ഉണ്ട്, ഞാൻ പറയാം. ഹെഡ് ഈക്വൽ ടു നള്ളാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i++ എന്ന് പറഞ്ഞ് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇവിടെ ഒരു ഡൈനാമിക് അലോക്കേഷൻ നടക്കുന്നുണ്ട്. p ഈക്വൽ ടു mlog സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. അതായത് നമ്മളിവിടെ പറയാൻ പോകുന്ന സ്ട്രക്ട് നോഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിങ്ക് ലിസ്റ്റാണല്ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് ആയിരിക്കണം അതിൻ്റെ സൈസ്. നമ്മുടെ അരയിലാണ് സ്റ്റാറ്റിക് സൈസ് യൂസ് ചെയ്യുക, ലിങ്ക് ലിസ്റ്റിലാകുമ്പോൾ ഡൈനാമിക് സൈസാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൈനാമിക് അലോക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് mlog, clog, free എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഫംഗ്ഷൻസ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിലൊക്കെ നമ്മളുടെ C പ്രോഗ്രാമിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ mlog ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ട് നോഡിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന് വേണ്ടി p എന്നൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ p ഈക്വൽ ടു mlog സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ട് നോഡിൻ്റെ സൈസ് ഡൈനാമിക്കലി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് p എന്ന വേരിയബിൾക്ക്. ഓക്കെ, അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണത്, കാരണം ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ മറ്റേലൊക്കെ ഡൈനാമിക്കായിട്ട് ഇത്തരം ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്നുള്ള കേസ് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇനി സ്കാൻ ചെയ്യാൻ പോവാണ്. സ്കാൻ ഓഫ് %d ആംപർസാൻഡ് p ഗീവ്സ് ഡാറ്റ. കണ്ടോ, നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളവിടെ ഡോട്ടാണ് യൂസ് ചെയ്തിരുന്നത്. p.data എന്നാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പോയിൻ്റർ മാനിപ്പുലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ p ഗീവ്സ് ഡാറ്റ, നമുക്ക് ആരോ മാർക്കാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒക്കെ ഇനി ആരോ മാർക്കായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. അപ്പോൾ ആംപർസാൻഡ് p ഗീവ്സ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ അതിനേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ p ഗീവ്സ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ. അതിൻ്റെ നെക്സ്റ്റ് എന്താക്കി, നള്ളാക്കി സെറ്റ് ചെയ്തു. കാരണം നമ്മളിപ്പോൾ ഒരു വാല്യൂ ചെയ്തിട്ടുള്ളൂ, ഡാറ്റ കൊടുത്തു, നെക്സ്റ്റിനോട് നമ്മൾ എന്ത് ചെയ്തു, നള്ളാക്കി സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. ഇനി അതിലേക്ക് നെക്സ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ അതിലേക്ക് നെക്സ്റ്റ് വാല്യൂ ഉള്ളൂ. ഇതേ എക്സിക്യൂഷൻ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, അപ്പോൾ ഹെഡ് നള്ളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം, ഈ വാല്യൂനെ ഡയറക്റ്റായിട്ട് ഹെഡിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യും. കാരണം അതിനകത്ത് വേറെ വാല്യൂസ് ഒന്നും ഇല്ലല്ലോ. സപ്പോസ് അതിനകത്ത് എന്തോ വാല്യൂ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നെക്സ്റ്റ് കേസൊക്കെ വരുമ്പോൾ അതിനകത്ത് എന്തായാലും വാല്യൂ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് ഓൾറെഡി വാല്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് കേസൊക്കെ വരുമ്പോൾ എന്തായാലും വാല്യൂ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരിക്കലും ഹെഡ് p ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രീവ് ഗീവ്സ് നെക്സ്റ്റ് ഈക്വൽ ടു p, അതായത് അതിന് മുന്നേ എന്തോ ഒരു വാല്യൂ അതിനകത്തുണ്ട്, പ്രീവ്. ആ പ്രീവിയസ് വാല്യൂവിൻ്റെ നെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ പീനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും,
പ്രീവായിട്ട് ഇനി പീനെ സെറ്റ് ചെയ്യും. അതായത് ഇതുവരെ പ്രീവിയസ് ആയിട്ടൊരു വാല്യൂ ഉണ്ട്, അതിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പീനെ സെറ്റ് ചെയ്തു. ഇനി പി പറഞ്ഞ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ആക്കി സെറ്റ് ചെയ്യും. കാരണം എന്നാലേ പുതിയ നെക്സ്റ്റ് വാല്യൂവിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇതിനകത്ത് പ്രീവിയസ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കറൻറ്റ് ആണ് വേരിയബിളാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരിക. കാരണം കറൻറ്റ് വാല്യൂ ആയിട്ട് പീനെ സെറ്റ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഇനി സെറ്റ് ചെയ്യാം എന്നുള്ളതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രീവിയസ് എന്ന് പറയുമ്പോൾ അത്ര നമുക്ക് മാച്ച് ആയി തോന്നില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്ത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, നമുക്ക് അണ്ടർസ്റ്റുഡ് ആയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ആക്കി ഇനി പീനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് വാല്യൂവിന് നമുക്ക് നെക്സ്റ്റ് ഇതിന് ശേഷമായിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ പി ഈക്വൽ ടു ഹെഡിലെ വാല്യൂവിനെ പിടിച്ചിട്ട് പി ആക്കി സെറ്റ് ചെയ്യുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി അതൊക്കെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ, കാരണം കണ്ടോ ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേളി ബ്രേസ്. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യണം പോകുന്നത് വെച്ചാൽ നമ്മുടെ പി എന്ന വേരിയബിൾ പിടിച്ചിട്ട് ഹെഡിനെ പിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതൊക്കെ പ്രിൻറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടോ. എന്നിട്ട് പ്രിൻ്റ് ഓഫ് ഹെഡ്, ഇനി ഹെഡ് എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്ക് ഇട്ടിട്ടാണ് നമ്മൾ വാല്യൂസൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഔട്ട്പുട്ടിൽ കാണിച്ചു തരാം. വൈൽ പി നോട്ട് ഈക്വൽ ടു നൾ, പി നള്ളല്ലെങ്കിൽ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജിൽ പി ഗീവ്സ് ഡാറ്റ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് പി ഗീവ്സ് നെക്സ്റ്റ്, പി നെക്സ്റ്റ് അടിച്ചു, എന്നിട്ട് നെക്സ്റ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ഇത് കഴിഞ്ഞിട്ട് നള്ളാക്കി സെറ്റ് ചെയ്തു. പ്രിൻ്റ് ഓഫ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നള്ളും സെറ്റ് ചെയ്ത് കൊടുത്തു. ഗെറ്റ് സി എച്ച്. നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. അപ്പോഴാണ് ഈ പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 ആണ്. എൻ്റെ 5 എലമെൻറ്റ്സ് എന്ന എലമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലിങ്ക് ലിസ്റ്റായി സെറ്റ് ചെയ്ത് കണ്ടോ, ഫസ്റ്റ് ഹെഡ് കൊടുത്തു, ദെൻ ആ വാല്യൂസ് ഇങ്ങനെ ആരോട്ട് കൊടുത്തു, ദെൻ നള്ള് കൊടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. സിമ്പിളാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നോട്ടിൽ എഴുതിയെടുക്കുക. അപ്പോൾ റഫ് റെക്കോർഡിലും നിങ്ങൾ എഴുതണം. റഫ് റെക്കോർഡിൽ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം 6 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആദ്യം അൽഗോരിതം എഴുതുക, എന്നിട്ട് പ്രോഗ്രാം എഴുതുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കിയാൽ മതി അവരെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബുക്കിൻ്റെ കണ്ടോ, ഈ ബുക്കിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും അവർ അൽഗോരിതം എഴുതുക. അത് ഒറിജിനൽ റെക്കോർഡിൽ എഴുതുമ്പോൾ. അപ്പോൾ റഫ് റെക്കോർഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പാറ്റേൺ കീപ്പ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ അൽഗോരിതം, റൈറ്റ് സൈഡിൽ പ്രോഗ്രാം. നിങ്ങൾ മുന്നേ ചെയ്തില്ലേ, കുറേ ലാബ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് സെമ്മിലൊക്കെ. അപ്പോൾ അതിലെങ്ങനെയാണോ കീപ്പ് ചെയ്യുന്നത് ആ പാറ്റേൺ കീപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് ക്ലിയർ ചെയ്യുക. ഏതായാലും റഫ് റെക്കോർഡിലെങ്കിലും ഇപ്പോൾ എഴുതി കംപ്ലീറ്റ് ചെയ്തോളൂ. എന്നാൽ പിന്നെ റെക്കോർഡിൽ എഴുതിയാൽ മതിയല്ലോ. ഞാൻ ചോദിച്ചു നോക്കട്ടെ സാറിനോട് എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് സബ്മിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ. ടൈം തരുമായിരിക്കും, കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ടൈം തരേണ്ടതാണ്. എനിവേ ഏതായാലും റഫ് റെക്കോർഡിലെങ്കിലും ഈ പ്രോഗ്രാം എഴുതുക, അൽഗോരിതം എഴുതുക. അൽഗോരിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് വാങ്ങുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രം കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വെച്ചാൽ അൽഗോരിതം എഴുതിക്കൂടെ. ശരിക്കും അൽഗോരിതം വെച്ചാണ് പ്രോഗ്രാം എഴുതേണ്ടത്. പക്ഷേ പ്രോഗ്രാം നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് വേണമെങ്കിൽ പ്രോഗ്രാം വെച്ച് അൽഗോരിതം എഴുതാം. അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങാം കേട്ടോ. എങ്ങനെയാലും വേണ്ടിയില്ല, അൽഗോരിതം അവിടെ എത്തണം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും വേണം. ഞാൻ ചെക്ക് ചെയ്യും, നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് ഞാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രോഗ്രാം അതിൻ്റെ അൽഗോരിതം എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാം കൂടെ PDF ആക്കിയിട്ട് സെൻഡ് ചെയ്യേണ്ടി വരും. കാരണം എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾ ചെയ്തുകൊള്ളും. പക്ഷേ ടൈം തരാം, ടൈം തന്നിട്ട്. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു.